Morning all. Good morning, ma'am. Ma'am. Okay. കേരളമുള്ളതെന്ന് തോന്നുന്നു. രണ്ട് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊക്കെ വായിച്ചു നോക്കി കാണും അല്ലേ? വായിച്ചിരുന്നോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസിന്റെ പോയിന്റ്സ് ആണ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസിൽ 1-2 പോയിന്റ് പറഞ്ഞു നിർത്തിയത് അല്ലെ? നമ്മൾ റിലേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലായി, ഒരു ഹ്യൂമൻ റിസോഴ്സ് കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ മാത്രമല്ല പരിഗണിക്കേണ്ടത്, മറ്റുള്ള റിലേഷൻഷിപ്പിനെയും കൂടി പരിഗണിച്ചു പോയാൽ മാത്രമാണ് ആ ബിസിനസ് നല്ല രീതിയിൽ അതിന്റെ വർക്ക് പുരോഗമിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? നല്ല ബന്ധം തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ നയിക്കും. അപ്പൊ നമ്മളെ കുറച്ച് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങളുടെ സ്റ്റാർട്ടിങ് 2 പോയിന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് ഫോളോയിങ് ആർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം എന്താണ് അതിന്റെ ഒരു ബന്ധം എന്നുള്ളത് എന്താണ്? പ്രധാനമായിട്ട് ഫസ്റ്റ് പോയിന്റ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്. സെക്കൻഡ് പോയിന്റ് ടു ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്. നമ്മൾ 2 കാര്യം പറഞ്ഞു. ഒന്ന് ഇൻട്രസ്റ്റ് അല്ലെ, അവിടെ ആ ഒരു താല്പര്യത്തിന് പരിഗണന കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്ന് എന്താണ്? അവിടെ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെ, വർക്കേഴ്സിന്റെ ആണെങ്കിലും എക്കണോമിക് സ്റ്റാറ്റസിനെ പരിഗണിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? നാഷണലി ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അവരെന്താണ് കിട്ടുന്ന വേതനങ്ങൾ അപ്പൊ തന്നെ ഉപയോഗിച്ച് നശിപ്പിച്ചൊന്നും കളയുന്നില്ല. ഒരു കൺസിഡറേഷൻ ഭാവിക്ക് വേണ്ടിയിട്ടും കൂടി പരിഗണന ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡെവലപ്മെന്റ് അല്ലെ, എല്ലാ തരത്തിലും ഒരു ഡെവലപ്മെന്റ് വരും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ്. തേർഡ് തുടങ്ങിയല്ലേ എടുക്കേണ്ടത് ആണോ? ഓക്കെ ഓക്കെ, ടു റെഗുലേറ്റ് കൺട്രോൾ ഓഫ് ഗവൺമെന്റ് അല്ലെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പൊ അതിലെന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓക്കെ, handle the control of the government of those units that are facing a constant loss or the ones where production is controlled for the benefit of the public. തീർച്ചയായിട്ടും നമുക്കറിയാം ബെനഫിറ്റിന് അല്ലെ, പൊതുവെ പൊതുജനങ്ങൾക്ക് എന്താണ് പ്രയോജനത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമുണ്ട്. ചിലപ്പോ ചില ഫേമുകളൊക്കെ എന്താണ് നഷ്ടത്തിൽ പോവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ചിലപ്പോൾ ഗവൺമെന്റ് ഏറ്റെടുത്ത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പൊ നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഹാൻഡിൽ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ദോസ് യൂണിറ്റ് ദാറ്റ് ആർ ഫേസിങ് എ കോൺസ്റ്റന്റ് ലോസ്. അതായത് എന്താണ് സ്ഥിരമായിട്ട് അത് നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ അതെന്താണ്? അത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. അത് പ്രൊഡക്ഷൻ ഈസ് കൺട്രോൾഡ് ഓഫ് ദ ബെനിഫിറ്റ് ഓഫ് ദ പബ്ലിക്. അവിടെ പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്ത് പോകാറുണ്ട്. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഗവൺമെന്റ് ആയിട്ട് തന്നെ പോകേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ്? ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. എന്താണ് പറയുന്നത്?
വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം അല്ലെ. ആ ഒരു ബന്ധം എന്നുള്ളതിന്റെ രീതിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. ഇത് എയിംസ് അറ്റ് ഗിവിംഗ് എ ചാൻസ് ടു വർക്കേഴ്സ് ടു എക്സ്പ്രസ് ദ വ്യൂ ഇൻ മാനേജ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്തോരം തീരുമാനം എടുക്കുമ്പോഴും അവിടെ മാനേജ്മെന്റ് മാത്രം ഒറ്റയ്ക്ക് നിന്ന് തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കരുത്. പറയാറില്ലേ, നമ്മള് തുടക്കം മുതൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്കേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ല റിസൾട്ട് നേടണമെങ്കിൽ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ആർക്ക് കൊടുക്കണം? ആർക്കാ കൊടുക്കേണ്ടത്? ആർക്കാ കൊടുക്കേണ്ടത്? ഓക്കെ, എംപ്ലോയീസിന് കൊടുക്കണം. ഓക്കെ, വർക്കേഴ്സിന് അല്ലെ, എംപ്ലോയീസിന് വർക്കേഴ്സിനൊക്കെ കൊടുക്കണം. അങ്ങനെ വരുമ്പോഴെന്താണ് റിസൾട്ട് നല്ല രീതിയിൽ തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു പാർട്ടിസിപ്പേഷൻ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഓൾസോ ഇൻക്രീസ് വർക്കേഴ്സ് പവർ സോ ദാറ്റ് their problems are solved through joint discussion between the workers and the management. അപ്പൊ അവിടെ എന്താ പ്രധാനമായിട്ട് വരുന്നത്? എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അവര് എന്താണ് തീർച്ചയായിട്ടും പരസ്പര ഡിസ്കഷൻ ഒക്കെ നടത്തി അല്ലെ, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ പരസ്പരം ചർച്ചകളൊക്കെ നടത്തിയിട്ട് ആ പ്രോബ്ലംസിലേക്ക് എങ്ങനെ ഫേസ് ചെയ്യാന്നൊക്കെ ഉള്ളത് ആലോചിച്ച് ആ ഒരു പ്രശ്നത്തിലേക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും തീരുമാനങ്ങൾ നടപ്പാക്കാനായിട്ട് എംപ്ലോയീസ് ഒക്കെ പരിശ്രമിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അവരെ പരസ്പര ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ട് അത് തരണം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അത് സോൾവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനത്തിൽ എത്തിക്കുകയും നടപ്പാക്കുകയും ചെയ്യും. ഓക്കെ, നല്ലൊരു ബന്ധമുണ്ടെങ്കിലല്ലേ അത് സാധിക്കുകയുള്ളൂ. ആണോ? ഒരു ഡിസ്കഷന് ആവശ്യമുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത് അല്ലെ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതേപോലെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണെങ്കിൽ മാത്രമാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ അതിനുള്ള കാര്യം കൂടി. നെക്സ്റ്റ് എന്താന്ന് പറയുന്നത്, ടു ഡെവലപ്പ് ആൻഡ് സപ്പോർട്ട് ലേബർ യൂണിയൻസ്. എന്താണ് ലേബർ യൂണിയൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ലേബർ യൂണിയൻസ് സോ ദാറ്റ് ദ വർക്കേഴ്സ് സ്ട്രെങ്ത് ക്യാൻ ബി എൻഹാൻസ്ഡ്. അപ്പൊ നമുക്കറിയാം, ഈ യൂണിയനുകളൊക്കെ പൊതുവെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവിടെ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അല്ലെ യൂണിയനുകളൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അത് അവർക്കൊരു സ്ട്രെങ്ത് ആണ് അല്ലെ, ഒരു ശക്തി കൂടിയാണ്. അപ്പൊ യൂണിയനുകൾ തമ്മിൽ നല്ലൊരു ബന്ധമൊക്കെ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെയുള്ള തൊഴിലാളികൾ ആത്മാർത്ഥമായിട്ട് തന്നെ അവരെ വർക്ക് ചെയ്യാനായിട്ട് കൂടി പ്രേരിപ്പിക്കുന്ന അല്ലെ, അത് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയാണ്. It creates and promotes labor unions so that the workers' strength can be enhanced. അവരുടെ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ പിന്നിൽ ആരുണ്ട്? യൂണിയനുകളുണ്ട് അല്ലെ. രാവിലെ അതല്ലേ അവരുടെ കാഴ്ചപ്പാട്, വർക്കേഴ്സിന്റെ കാഴ്ചപ്പാട്. നമ്മൾ ഇൻ കേസ് പണിയെടുത്ത് കഴിഞ്ഞ് കൂലി കിട്ടിയില്ല എങ്കിൽ യൂണിയനുകൾ മുന്നോട്ട് വരുത്തുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്താണ് അവർക്കൊരു സ്ട്രെങ്ത് അല്ലെ, നല്ല ഇതോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നല്ലൊരു ബന്ധം യൂണിയനുകളായിട്ട് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും വർക്കേഴ്സിന് അതൊരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ, ഒരു സംരക്ഷണം തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം, ടു പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. എന്താണ് പറയുന്നത്? പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, വ്യവസായ തർക്കങ്ങൾ അല്ലെ. അതിന് എന്താണ് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്? നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ, നല്ലൊരു ബന്ധം ഇൻഡസ്ട്രികൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവും. Another objective is to reduce the chance of industrial conflicts and cultivate peaceful relations that are vital characteristics of a productive workforce and industrial progress of a nation. അപ്പൊ അവിടെ എന്താണ് എടുത്ത് പറയുന്നത്? വ്യവസായ തർക്കങ്ങൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, എന്താണ് ഓരോ രാജ്യമാണെങ്കിലും അവിടെ ഒരുപാട് കമ്പനികളും ഫേമുകളും സ്ഥാപനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. അത് നന്നായിട്ട് തന്നെ വരുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾക്ക് ജോലിയിലും സാധ്യതകളൊക്കെ കിട്ടുന്നു. ദെൻ അവർക്ക് എന്താണ് ഫിനാൻസ് ഒക്കെ ലഭ്യമാകുന്നു. ദെൻ എന്താണ് അവർക്ക് ഫിനാൻഷ്യലി അല്ലെ, നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ഒരു ഗ്രോത്ത് സംഭവിക്കും അല്ലെ, ഒരു വളർച്ച വരുന്നത്. അപ്പൊ എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ എന്താണ് ഈ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ എന്താണ്ടാവാതിരിക്കാം? തർക്കങ്ങൾ ഉണ്ടാവില്ല അല്ലെ, കോൺഫ്ലിക്ട്സുകൾ വരുന്നില്ല.
അല്ലേ? ഗവൺമെന്റ് നല്ലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവരും പാലിക്കുന്ന തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് പല കമ്പനികൾക്കും അത് ആ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ പരസ്പരം തർക്കങ്ങൾ ഇല്ലാതെ തന്നെ എന്താണ് നാഷണൽ പ്രോഗ്രസ് അല്ലെ നാഷണൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Another objective is reduce the chance of industrial conflicts and cultivate a peaceful relation that vital characteristics of a productive workforce and industrial progress of a nation. അവിടെ എന്താണ് ഇൻഡസ്ട്രികൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകളെ കുറയ്ക്കുന്നത് കൊണ്ട് എന്താണ് അവിടെ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനും അതൊരു പ്രധാനപ്പെട്ട സവിശേഷ ഘടകമായിട്ട് വരുമ്പോഴെന്താണ് അവിടെ പ്രൊഡക്ടിവിറ്റി അല്ലെ എല്ലാവർക്കും നല്ല ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് അല്ലെ വ്യവസായത്തിന്റെ വളർച്ച എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അങ്ങനെ വ്യവസായ വളർച്ച ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് രാഷ്ട്രത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? ഗുണമുണ്ടാവോ? രാജ്യത്തിനും ഗുണം ഉണ്ടാവോ? രാജ്യത്തിന് ഗുണം ഉണ്ടാവില്ലേ? വ്യവസായങ്ങള് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ രാജ്യത്തിന് ഗുണം ഉണ്ടാവില്ലേ? കോൺഫ്ലിക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് ഉണ്ടാവും അല്ലെ? കോൺഫ്ലിക്റ്റുകൾ തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗുണമുണ്ടാവില്ല. ഇൻ കേസ് തർക്കങ്ങൾ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഗുണങ്ങൾ ഉണ്ടാവും അല്ലെ? അവിടെ തീർച്ചയായിട്ടും നാഷനും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് ഓഫ് നാഷന്റെ എന്താണ് വ്യവസായിക വളർച്ചയ്ക്കും അത് എന്താണ് സാധ്യമാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നല്ലൊരു ബന്ധം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാധ്യമാകും എന്നുള്ളതാണ്. വ്യവസായ തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ വളർച്ച പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. സ്ട്രൈക്കുകളും ലോക്കൗട്ടുകളുടെയും കാര്യം പ്രധാനപ്പെട്ടതാണ് അല്ലെ? ഈ ദിവസങ്ങളിൽ തന്നെ നമുക്കൊരു ഹർത്താലൊക്കെ ഉണ്ടായി അല്ലെ? അപ്പൊ നല്ലൊരു ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഒത്തുതീർപ്പോട് കൂടിയിട്ടൊക്കെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് അവിടെ ഈ പറഞ്ഞോളം സ്ട്രൈക്കുകളും ലോക്കൗട്ടുകളൊന്നും ഉണ്ടാവില്ല അല്ലെ? നമുക്ക് നോക്കാം. ഗെറ്റിംഗ് റിഡ് ഓഫ് സ്ട്രൈക്സ്, ലോക്കൗട്ട്സ് ആൻഡ് carryovers to the maximum extent by granting suitable wages, better life and workplace environment and promised perks and benefits is one of the main objectives of industrial relations. അപ്പൊ നല്ലൊരു വ്യവസായ ബന്ധം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്കെല്ലാം അല്ലെ വർക്കേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സൂട്ടബിൾ വേജസ് ഒക്കെ ലഭ്യമാകും. അവർക്ക് എന്താണ് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ അവൈലബിലിറ്റി ഉണ്ടാവും. വർക്ക് പ്ലേസ് എൻവയൺമെന്റ് നല്ല അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതെന്താണ് വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും എന്താണ് അതുമാതിരി തന്നെ ഗുണങ്ങൾ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഒന്നിനെ കുറിച്ചിട്ടും ഈ പറഞ്ഞോളൂ സിന്ദാബാദ് വിളിച്ചോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ഒക്കെ സംഘടിപ്പിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ട് വരില്ല. നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചർച്ചകളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് ഷെയർ ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ? പൊതുവെ നമുക്കറിയാം സാലറിയുടെ ബേസിൽ അല്ലെങ്കിൽ അവിടുത്തെ ഇൻ കേസ് നമുക്കറിയാം ടൈം ഷെഡ്യൂളിന്റെ കാര്യത്തില് അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള പ്രോബ്ലംസുമാണ് പ്രധാനമായിട്ടൊക്കെ വരിക അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു സ്ട്രൈക്കിന്റെയോ ലോക്കൗട്ടിന്റെയോ ആവശ്യകത വരുന്നില്ല. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കറിയാം ചില കമ്പനികളിലൊക്കെ എന്തായാലും ചെറിയ ചെറിയ സ്ട്രൈക്ക് ഒക്കെ ഉണ്ട് അല്ലെ? പക്ഷെ അതിന്റെയൊക്കെ എണ്ണം കുറച്ച് വെച്ച് എന്താണ് അത് ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. എന്താണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്? അതായത് വ്യാവസായിക ജനാധിപത്യം നിലനിർത്തുക അല്ലെ? എന്താണ് അവിടെ വ്യാവസായിക ജനാധിപത്യം നിലനിർത്തുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓൾസോ എയിം ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ലേബർ പാർട്ണർഷിപ്പ് ഇൻ പ്രോഫിറ്റ് മേക്കിംഗ്. അതായത് ലാഭേച്ഛയോട് കൂടിയിട്ട് പങ്കാളിത്തത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും പൊതുവെ നമുക്ക് ബിസിനസ് ഫേമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ചിലപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എല്ലായ്പ്പോഴും കമ്പനികളൊക്കെ ഫോം ചെയ്യണമെന്നില്ല അല്ലെ? കമ്പനികൾ നമുക്കറിയാം മിക്കപ്പോഴും അല്ലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊപ്രൈറ്ററി ഇതുകളല്ല. അപ്പൊ കമ്പനികളൊക്കെ കൂട്ടായ പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് പ്രോഫിറ്റ് മേക്കിംഗ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് എന്താണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരൊക്കെ എല്ലാവരും എന്താണ് വ്യത്യസ്തങ്ങളാണെങ്കിലും അവിടെ പരസ്പരം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിലാണ് അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ?
Industrial relations also aim to develop and maintain industrial democracy, which is based on labor partnership and profit making. അപ്പൊ അവിടെ പങ്കാളികളായവര് തമ്മില് നല്ലൊരു ജനാധിപത്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്. This enables individuals to develop their personality fully so that they can work for the benefit of the industry and of course for the nation. In case നമുക്കറിയാം ഓരോരുത്തരും അല്ലെ അവിടെയുള്ള കമ്പനിയിലെ ഓരോ പേഴ്സൺസും ഇൻഡിവിജ്വലി അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും ഉണ്ടാവില്ലേ? അവരുടെ വർക്ക് പ്ലേസിൽ അവർക്ക് അനുയോജ്യമായ അന്തരീക്ഷത്തിൽ അവരുടെ ഡ്യൂട്ടികള് അല്ലെ ഓൺ ഡ്യൂട്ടികളൊക്കെ എന്താണ് സ്പെഷ്യലൈസ് ചെയ്ത് അവര് തന്നെ സ്വന്തം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അന്തരീക്ഷമായിരിക്കും, നല്ലൊരു റിസൾട്ടും ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനൊരു റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നേഷനും അല്ലെ അത് പ്രധാനമായിട്ട് പറയുന്നത് ഫോർ ദ നേഷൻ അല്ലെ. അഫ്കോഴ്സ് നമ്മുടെ നേഷനും രാജ്യത്തിനും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും കമ്പനി നഷ്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന്റെ അല്ലെ പരിണത ഫലം എന്ന് പറയുന്നത് അവിടുത്തെ വർക്കേഴ്സിനും എംപ്ലോയേഴ്സിനും മാത്രമല്ല രാജ്യത്തിനും കൂടി നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. അതേസമയം എന്താണ് ഓരോ കമ്പനികളും ഓരോ സ്ഥാപനങ്ങളും ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിനും കൂടി നന്മയാണ് കൈവരുത്താനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നല്ല ബന്ധം ഉണ്ടെങ്കിലാണ് അതൊന്നും തകർന്നു പോകില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നല്ല ബന്ധം ഉണ്ടെങ്കിൽ എന്താണ് എല്ലാം കൊണ്ടും മെച്ചമാണ് അല്ലെ. അവരായിട്ട് പരസ്പരം നല്ല ബന്ധത്തോട് കൂടിയിട്ട് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അല്ലെ. അവിടെയുള്ള വേജസ് തർക്കങ്ങളാണെങ്കിലും മറ്റ് എന്ത് തർക്കങ്ങളാണെങ്കിലും ഒതുക്കി അല്ലെ പറഞ്ഞു തീർക്കാനായിട്ട് അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ചെയ്ത് പോകട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. To increase productivity. എന്താണ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? Another activities of industrial relations is to enhance productivity to superior level by ensuring that employee work with the full strength. അതായത് നമുക്കറിയാം അവിടെ അല്ലെ എല്ലാവരും അവരവന്റെ വർക്കേഴ്സ് എല്ലാവരും തന്നെ പരമാവധി അവരുടെ എന്താണ് എഫിഷ്യൻസി അല്ലെ പരമാവധി കാര്യക്ഷമതയോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പൂർണ്ണമായിട്ട് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലെ. അവർ ഓരോരുത്തരും ഇൻഡിവിജ്വലി എടുത്തു നോക്കി കഴിഞ്ഞാൽ പലരും കുറച്ച് വർക്ക് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്കറിയാം റിസൾട്ടിലും അതിന്റെ റിസൾട്ടേ കിട്ടുള്ളൂ അല്ലെ. അനദർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ടു സുപ്പീരിയർ ലെവൽ ബൈ എൻഷുറിംഗ് ദാറ്റ് എംപ്ലോയി വർക്ക് വിത്ത് ഫുൾ സ്ട്രെങ്ത്. അപ്പൊ എല്ലാ തരത്തിലുള്ള എംപ്ലോയീസും അവരുടെ പൂർണ്ണമായിട്ടുള്ള എഫിഷ്യൻസി അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഉത്പാദനക്ഷമത വർദ്ധിക്കും. അതൊരു നല്ല അന്തരീക്ഷം ഉണ്ടെങ്കിലാണ് ആ ഉത്പാദനക്ഷമത വർദ്ധിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവരവരുടെ എഫേർട്ട് നമുക്കറിയാം സുപ്പീരിയർ താലെ അവിടെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുള്ളൂ അല്ലെ. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ അല്ലെങ്കിൽ മേലാധികാരികളെ റെസ്പെക്ടോട് കൂടിയിട്ട് അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇല്ല ഇൻക്രീസ് ചെയ്യില്ലേ? ഉത്പാദനക്ഷമത വർദ്ധിക്കില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടു പ്രൊവൈഡ് പ്രയോറിറ്റി ഇൻഡസ്ട്രി അതാണ് പറയുന്നത്. To provide a proprietary industry. Finally, it provides ownership to workers in the organization where they are working. Lastly, നമ്മൾ മനസ്സിലാക്കുന്നത് ഓർഗനൈസേഷനിൽ എല്ലാവരും തന്നെ വർക്ക് ചെയ്യും അല്ലെ. The activities of industrial relations is to fulfill the gap between the different sections of the industry and society and reform the complicated social relationship of developing as a result of technological progress by regulating and monitoring members and adjusting their conflicting interests. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അല്ലെ എപ്പോഴും തർക്കങ്ങൾ വരാനൊക്കെ ആയിട്ടുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഒരു കമ്പനി ആവുമ്പോൾ അവിടെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെയുള്ള ജീവനക്കാരുടെ ഇടയിൽ അല്ലെ സുപ്പീരിയർ ടു എന്താണ് സബോർഡിനേറ്റ് വരെയുള്ള ജീവനക്കാരുടെ ഇടയിൽ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റും അല്ലെ അതേമാതിരി തന്നെ യൂണിയനുകൾ തമ്മിൽ തർക്കം വരാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റ് ഇഷ്യൂസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പബ്ലിക്കിന്റെ ഇടയിലും ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളുണ്ട് അല്ലെ.
പൊതുവെ ഇങ്ങനെ വരുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടൊരു കാലഘട്ടം ആയതുകൊണ്ട് ടെക്നോളജിയും ഡെവലപ്മെന്റ് ആണ്. ആണോ? ഉണ്ടാവില്ലേ? ടെക്നോളജി ഡെവലപ്മെന്റ് വരുന്നില്ലേ? ഓക്കെ, അപ്പൊ ടെക്നോളജി ഡെവലപ്മെന്റ് ചെയ്ത് വരുമ്പോഴുള്ള പ്രത്യേകത നമുക്കറിയാം എന്താണ്, സീനിയേഴ്സും സപ്പോർട്ടേറ്റ് ഒക്കെ ആണെങ്കിലും ഇൻ കേസ് ഫ്രഷ് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടി എന്താണ് വിവരങ്ങൾ ഉണ്ട് അല്ലെ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറച്ചും കൂടി ഐഡിയാസ് ഉണ്ട്. അതേസമയം പഴയ തലമുറയ്ക്ക് ചിലപ്പോൾ അത് ഉണ്ടാവണമെന്നില്ല, പക്ഷെ എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലായിരിക്കും ഇല്ലേ, അങ്ങനെയും ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ, ഒരു കമ്പനി ആവുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഫൈനലി അതില് പ്രധാനമായിട്ട് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈസ് ടു ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ different sections of the industry and the society and to reform the complicated social relationship and developing as a result of technological progress by regulating and monitoring members and adjusting their conflicting interests. Okay. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളും ആശയങ്ങളും കുറെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ ഇതിന്റെ ഉള്ളിലെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് അല്ലെ, ചിലർക്ക് ചില കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് അത് ആക്സെപ്റ്റബിൾ ആയിരിക്കും, കുറച്ച് പേർക്ക് അത് ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല അല്ലെ, ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ എങ്ങനെയാ പരിഹരിക്കുക? നമുക്കറിയാം എന്താണ്, നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞും അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പാക്കേജസ് ഒക്കെ കൊടുത്ത് അവർക്ക് ആ ഒരു പ്രോബ്ലംസ്, ആ ഒരു ഗ്യാപ്പ് ഒക്കെ എന്താണ്, ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് സെക്ഷൻ അല്ലെ, ഓരോ സെക്ഷനിലുള്ള ആ ഗ്യാപ്പുകളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഇതേമാതിരി നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ, അവരുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ആശയങ്ങളൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ആ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെയധികം അല്ലെ മോശാവസ്ഥയിലേക്ക് പോകും. കാരണം അവർ അവരുടെ മാക്സിമം എഫേർട്ട് അവിടെ അല്ലെ അവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ സീനിയേഴ്സിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, പക്ഷെ ടെക്നോളജി ചിലപ്പോൾ അവർക്ക് അതിനെ കിട്ടിയെന്ന് വരില്ല. ജൂനിയേഴ്സിന്റെ ആ ടെക്നോളജി ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് നമുക്കറിയാം സ്പീഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവര് തമ്മിൽ ഇതൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലെ പരസ്പരം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കാനും അങ്ങനെ എന്താണ് കമ്പനിയെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് പരിഗണിക്കേണ്ടതുണ്ട് അല്ലെ, ടു പ്രൊവൈഡ് പ്രയോറിറ്റി ഇൻട്രസ്റ്റ്. നമ്മൾ എല്ലാത്തിന്റെയും ഇൻട്രസ്റ്റ് പരിഹരിക്കണം, സാങ്കേതിക വശങ്ങളൊക്കെ മനസ്സിലാക്കണം, ടെക്നിക്കലായിട്ടുള്ള നോളജും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഗ്യാപ്പുകളൊക്കെ പരസ്പരം കൈകാര്യം ചെയ്ത് പോകുമ്പോൾ, ഓരോ സെക്ഷൻ തമ്മിലുള്ള ഗ്യാപ്പുകളൊക്കെ പരസ്പരം കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇൻ കേസ് വർക്കേഴ്സ് തന്നെ ഓണർഷിപ്പോട് കൂടിയിട്ട് അല്ലെ, അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ തൊഴിലുടമകളാണ് ഞങ്ങളും എന്നുള്ള, അതായത് തൊഴിലാളികളും അതിന്റെ ആൾക്കാരാണ് എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഒക്കെയാണോ? അങ്ങനെ തൊഴിലുടമയുടെ പോലെ തന്നെയുള്ള ഒരു ആശയത്തോടു കൂടി വർക്ക് ചെയ്താൽ എന്തായിരിക്കും ബെറ്റർ? നല്ല റിസൾട്ട് ആയിരിക്കും അല്ലെ, നല്ല റിസൾട്ട് ആയിരിക്കും. കാരണം അത്ര എഫേർട്ടോടും കാര്യക്ഷമതയോടും കൂടിയിട്ടും ഓരോ തൊഴിലാളിയും നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നല്ലൊരു റിസൾട്ട് ആ കമ്പനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആ കമ്പനി നല്ല റിസൾട്ട് നേടിയെടുക്കുകയാണെങ്കിൽ അത് നാഷണലെ സംബന്ധിച്ചും ഒരു ഡെവലപ്മെന്റ് തന്നെയാണ്. അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഒബ്ജക്റ്റീവ്സ് നല്ലൊരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാകാവുന്ന അതിന്റെ ലക്ഷ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കുക.
ആണോ? ആണോ? അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ആക്ടേഴ്സ് ഇൻ എംപ്ലോയർ റിലേഷൻസ്. എന്താണ് ആക്ടേഴ്സ് ഇൻ എംപ്ലോയീസ് റിലേഷൻസ് എന്ന് പറയുന്നത്? എംപ്ലോയറുടെ ബന്ധങ്ങൾ അല്ലെ, ഇവിടെയുള്ള ജീവനക്കാരുടെ ബന്ധങ്ങളിലെ ആ ഒരു അഭിനിവേശം അല്ലെ, അതെന്താന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. The system of industrial relations consists of mainly 3 actors or participants. പൊതുവെ നമുക്കറിയാം വ്യവസായ ബന്ധങ്ങളുടെ എന്താണ് 3 തരത്തിലുള്ള ആക്ടേഴ്സ് ആണ് ഉള്ളത്. ആക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആസ് എ സിംഗിൾ സെറ്റ് ഓഫ് വേരിയബിൾ അല്ലെ, പൊതുവെ നമുക്കറിയാം ഒരൊറ്റ വേരിയബിൾ ആയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. However, their extent of influence varies from each other. പക്ഷെ അവര് അല്ലെ അവരുടെ ജോലി സാധ്യത അനുസരിച്ചിട്ട് അവരുടെ ജോലി നിർവഹണം അനുസരിച്ചിട്ട് അവരെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് പ്രചോദനത്തിന്റെ കാഴ്ചപ്പാടിലായിരിക്കും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നത്. The 3 actors of employees relations are as follows. അതായത് പൊതുവെ ഒരു കമ്പനിയിലൊക്കെയുള്ള 3 ആക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഒന്ന് എംപ്ലോയീസ് ആണ്, മറ്റൊന്ന് എംപ്ലോയേഴ്സ് ആണ്, then ഗവൺമെന്റ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ അതായത് പാർട്ടീസ് ടു IR. IR എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് തരാം. ഒരു IR എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നൊന്നും ഡൗട്ട് അടിക്കേണ്ട. ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ഷോർട്ട് ഫോം ആണ്. എന്താണ് പറയുന്നത്? അതിലെ 3 ആക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒന്ന് തൊഴിലാളികള്, then തൊഴിലുടമ, then എന്താണ്? ഗവൺമെന്റ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ആക്ടേഴ്സിനെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ ൊക്കെ ഉണ്ട്. അതായത് എംപ്ലോയീസ് ആണെങ്കിൽ ട്രേഡ് യൂണിയനുകൾ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. എംപ്ലോയേഴ്സ് ആണെങ്കിൽ എംപ്ലോയർ അസോസിയേഷൻസുകളുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ കോർട്ടും ട്രൈബ്യൂണൽസുകളുണ്ട് അല്ലെ. അവര് കോടതിയും അത് മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ വാദിച്ചിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഏതോരോ സ്ഥാപനവും എന്താണ് അതില് എന്താണ് ഏതൊരു ഫേം ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ തന്നെ അവിടെ പ്രധാനമായിട്ടും വർക്കേഴ്സ് ഉണ്ടാവും, തൊഴിലുടമ ഉണ്ടാവും. ഇതിനെല്ലാം തന്നെ എന്താണ് മേലാധികാരി എന്നുള്ള നിലയിൽ ആ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതിന്റെ അല്ലെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് തന്നെ ഗവൺമെന്റും ഉണ്ടാവും അല്ലെ. ഏതൊരു പ്ലേസിലാണെങ്കിലും അതിന്റെ ലീഗൽ കാര്യങ്ങൾ ഇഷ്യൂം കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലെ, പേപ്പേഴ്സ് വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ പെർമിഷൻ ഒക്കെ കിട്ടുന്നത് എന്താണ് അതിൻ്റെതായിട്ടുള്ള ലൊക്കാലിറ്റി ഗവൺമെന്റിന്റെ അതോറിറ്റിയുടെ കീഴിലായിരിക്കും. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒത്തൊരുമിച്ച് പോകുമ്പോൾ ഓരോരുത്തർക്കും സ്പെഷ്യൽ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആരാരും തുനിഞ്ഞില്ലെങ്കിൽ അല്ലെ, എംപ്ലോയീസിന് അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സുകളൊന്നും ആ കമ്പനിയിൽ നിന്ന് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂണിയനുകൾ ഉണ്ടാവും. എംപ്ലോയേഴ്സിനാണെങ്കിലും അവരുടെ അസോസിയേഷനുകൾ ഉണ്ടാവും. അതേമാതിരി തന്നെ ഗവൺമെന്റിനാണെങ്കിലും ഗവൺമെന്റിനും ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടം തീർച്ചയായിട്ടും വേണം അല്ലെ. നേഷന് അതിൻ്റെതായ നേട്ടം വേണം. അതൊന്നും ലഭ്യമായില്ല എങ്കിൽ കോർട്ടും ട്രൈബ്യൂണൽസുകളും ഉണ്ട് അല്ലെ. അതിന്റെ ആക്ടിന്റെ കീഴിൽ അവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഒരു ചെറിയ ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ അതാണ് ആ ചാർട്ടിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നത് ആക്ടേഴ്സ് ഇൻ എംപ്ലോയീസ് റിലേഷൻസ്. നെക്സ്റ്റ് നോക്കാം, ഇതിൽ എന്താണെന്നുള്ളത് നോക്കാം. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. നെക്സ്റ്റ് വൺ എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. തേർഡ് വൺ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പോ ആ ഒരു മേഖലകളിൽ എന്തൊക്കെയാണ് പറയാനെന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തൊഴിലാളിയും അവരുടെ സംഘടനകളാണ്. വർക്കേഴ്സ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതായത് നമ്മുടെ വ്യവസായ ബന്ധങ്ങളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ആര്? ഇൻഡസ്ട്രിയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വർക്കേഴ്സ് അല്ലെ. അതൊക്കെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും
ചിലപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാറുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക. വർക്കേഴ്സ് ആർ ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ ഒരു അവിഭാജ്യ ഘടകമാണ് വർക്കേഴ്സ്. Workers can be of a different age, education background, social and family background, skills, culture, etc. Okay, അവിടെയുള്ള വർക്കേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്തൊക്കെ പ്രത്യേകതകൾ കാണാൻ സാധിക്കും? ഓരോ വർക്കേഴ്സും ഒരേപോലെയാണോ? ഓരോ കഴിവുകളും കാര്യങ്ങളൊക്കെ ആണോ? ആയിരിക്കോ? ഒരേ ഏജ് ആയിരിക്കോ? ഒരേ കഴിവായിരിക്കോ? ഒരേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വരുന്നവരായിരിക്കും? അല്ല അല്ലെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കറിയാം ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ ഒരു പക്ഷേ സെയിം ആയിരിക്കും അല്ലെ. കുറച്ചും കൂടി ചിലവര് കുറച്ച് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. എന്നാലും ബേസ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഈക്വൽ ആയിരിക്കും അല്ലെ. അത്തരം ചെറിയ സാമ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അവരുടെ സ്കിൽ വ്യത്യാസമായിരിക്കും, അവരുടെ ഏജുകൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഒരേപോലെ ഏജ് ഉള്ളവരും ഉണ്ടാവും. ഇൻ കേസ് എങ്കിൽ കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് ഉള്ളവരുണ്ടാവാം. സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ ഡിഫറെന്റ് ആയിരിക്കാം. കൾച്ചർ, സംസ്കാര രീതികളെല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. Workers continuously strive to make their employment terms and conditions better. എപ്പോഴും വർക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കാം? അവരെന്തിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം? അവരവരുടെ അല്ലെ എംപ്ലോയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബെറ്റർ. എപ്പോഴും അവരുടെ കാര്യങ്ങൾ അല്ലെ, അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ഏൺ ചെയ്തിരിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കും അവരെ ശ്രമിക്കാം. They share their viewpoints and their problems with the management. അവരവരുടെ കാഴ്ചപ്പാടുകളും വ്യൂ പോയിന്റ്സ് അല്ലെ, അവരുടെ കാഴ്ചപ്പാടുകളും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ അല്ലെ, അവര് എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവര് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് പോകും. അപ്പൊ നമ്മളൊരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അതൊരു അവിഭാജ്യ ഘടകമാണ്. നല്ലൊരു റിലേഷൻഷിപ്പുമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവര് പൊതുവെ അവരുടേതായിട്ടുള്ള കഴിവുകളെല്ലാം തന്നെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യും. അവരുടെ ഡിഫറെന്റ് നേച്ചറും അല്ലെ ക്യാരക്ടേഴ്സും ഉള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുന്നത്? ഓൾസോ ഇന്റൻഡ് ടു ബി പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് അവരെപ്പോഴും അല്ലെ ഓരോ അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഒരു ഭാഗമാകാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, അവിടെ വർക്കേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു തൊഴിലാളിയും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്ക് പറ്റുമെന്നുള്ളത് അല്ലെ, ഓരോ തൊഴിലാളിയും നമുക്ക് കൂടിയും വില്ലിങ് ആണോ എന്നുള്ള ഒരു കൺസിഡറേഷൻ പരിഗണന തരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അവര് അവരുടേതായിട്ടുള്ള പങ്ക് ആഗ്രഹിക്കുന്നുണ്ട്. To achieve all this, the workers come together to form the trade union, also known as the workers organizations against management, and get maximum help from these unions. ഓക്കെ, അവരവരുടെ ആശയങ്ങൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ആശയങ്ങളൊക്കെ അവര് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇൻ കേസ് അവർ ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ ഇൻ കേസ് എന്താണ് അവർ പറയുന്നത്? The workers come together to form the trade unions, also known as the workers organization against management, and get maximum help from these unions. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ ഫോം ചെയ്യുന്നു എന്തൊക്കെയാ സംഘടനകൾ അല്ലെ, ട്രേഡ് യൂണിയനുകളോ അല്ലെങ്കിൽ വർക്കേഴ്സ് അസോസിയേഷനൊക്കെ രൂപീകരിക്കുന്നു. എന്താണ് മാക്സിമം ആ യൂണിയനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവര് സന്നദ്ധരാകുന്നു. ആർക്കെതിരെയായിട്ട്? മാനേജ്മെന്റിനെതിരായിട്ട്. അതായത് മാനേജ്മെന്റിനെതിരായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ യൂണിയനുകൾ മുന്നിട്ട് വരുന്നത്? അവർക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ എംപ്ലോയീസിനും അർഹമായ പരിഗണനകളൊന്നും ലഭിക്കുന്നില്ല എങ്കിലാണ് മാനേജ്മെന്റിനെതിരെ അവര് മുന്നിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. The primary objective of the trade union is to safeguard the economic rights of the workers with the help of a collective bargaining, and also by asserting a pressure on the management using political and economic strategies. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്താണ് പ്രധാനമായിട്ടും ഈ യൂണിയനുകൾ ഒരു അല്ലെ എക്കണോമിക് ആയിട്ടുള്ള ഒരു സേഫ് ഗാർഡ് ആയിട്ട്, അതായത് സാമ്പത്തികമായിട്ടുള്ള വശങ്ങളിലൊക്കെ സുരക്ഷ ലഭ്യമാക്കുന്നത്. യൂണിയനുകൾ ആരുടെ സുരക്ഷയാണ് ലഭ്യമാക്കുന്നത്? ആരുടെ സുരക്ഷയ്ക്കായിരിക്കും? വർക്കേഴ്സിന്റെ. ഓക്കെ, ഗുഡ്. അപ്പൊ വർക്കേഴ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവര് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. എന്താ വീണ്ടും പറയുന്നത്?
വീണ്ടും അല്ലെ ഹെൽപ്പ് ഓഫ് കളക്ടിങ് ബാർഗെയിനിങ് ആൻഡ് ഓൾസോ അല്ലെ അവർ ഇൻ കേസ് എന്തെങ്കിലും ലഭ്യമാകേണ്ട കാര്യങ്ങളൊന്നും നടപ്പാക്കി തന്നില്ല എങ്കിൽ വിലപേശി മേടിക്കാനായിട്ടൊക്കെയാണ് ട്രേഡ് യൂണിയന് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ബൈ അസർട്ടൈൻ പ്രഷർ ഓൺ ദ മാനേജ്മെന്റ് യൂസിങ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്ട്രാറ്റജീസ്. ഇൻ കേസ് എന്താണ് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് മാനേജ്മെന്റ് ഇവർക്ക് എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും വിലയിരുത്താനായിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് ട്രേഡ് യൂണിയനുകൾ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് കണ്ടെത്തിയോളം എന്താണ് ആക്ടേഴ്സ് ആണ്, പ്രധാനമായിട്ട് 3 ആക്ടേഴ്സ് ആണ് ഉള്ളത്. എംപ്ലോയീസ്, then ഗവൺമെന്റ്. എംപ്ലോയീസിന് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ട് കിട്ടുമ്പോൾ എംപ്ലോയേഴ്സിന് എംപ്ലോയർ അസോസിയേഷന്റെ സപ്പോർട്ട് കിട്ടുന്നു. ഗവൺമെന്റിനാണെങ്കിൽ കോർട്ടൺ ട്രൈബ്യൂണൽസ് ഉണ്ടാവും. ഓക്കെ, അവിടെ അവർക്ക് അർഹതപ്പെട്ടത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിന്റെ ഫസ്റ്റ് വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷനിൽ നമ്മൾ കണ്ട ട്രേഡ് യൂണിയന്റെ ഭാഗവും കണ്ടു. വർക്കേഴ്സ് ആരാന്നല്ലേ, അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഫസ്റ്റ് പാരഗ്രാഫ് കണ്ടു. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയന്റെ ഹെൽപ്പ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ കണ്ടത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. കേണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഘടകത്തിലേക്ക് പോകാം, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. എംപ്ലോയേഴ്സ് ആൻഡ് ദിയർ ഓർഗനൈസേഷൻസ്. എംപ്ലോയേഴ്സ് ആൻഡ് ദിയർ ഓർഗനൈസേഷനിൽ എന്താ തൊഴിലുടമയും അല്ലെ അവരുടെ അതിൻ്റെതായിട്ടുള്ള സംഘടനകളുമാണ്. അപ്പൊ നമ്മൾ കണ്ടു എംപ്ലോയീസിന്റെ ട്രേഡ് യൂണിയനെ പോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സംഘടനകൾ എംപ്ലോയേഴ്സിനുണ്ട് അല്ലെ. എംപ്ലോയേഴ്സ് ആർ എ വെരി ഇമ്പോർട്ടന്റ് വേരിയബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെ. അവിടെ പ്രധാനപ്പെട്ട വ്യവസായ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ തന്നെയാണ് തൊഴിലുടമകളും. ഹി ഈസ് ദ വൺ who is responsible for giving job to the workers, paying the wages and the bills, and controlling the works relations with the help of rules and regulations and by enforcing labor legislation. Okay, അപ്പൊ നമുക്ക് മനസ്സിലാക്കി എടുത്തത് അതായത് ഇവർക്ക് ഒരു തൊഴിലാളികളെ അല്ലെ ഒരു കമ്പനി ഫോം ചെയ്തിട്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുകയും അവർക്ക് ആവശ്യപ്പെട്ടതായിട്ടുള്ള കൂലികള് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളില് അല്ലെ എന്തെങ്കിലും ബുദ്ധി കാര്യങ്ങളിലൊക്കെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന തരത്തിലുള്ള നിയമങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ഫോം ചെയ്യുന്നത് അല്ലെ രൂപീകരിക്കുന്നതൊക്കെ എന്താണ് പ്രധാനമായിട്ടും തൊഴിലുടമകളാണ്. The worker is expected to abide by the rules and the laws. പൊതുവെ നമുക്കറിയാം വർക്കേഴ്സ് അവിടെയുള്ള വർക്കേഴ്സ് ഇവരുണ്ടാക്കിയിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഏതൊരു കമ്പനിയിലും തൊഴിലാളികള് എന്താ ചെയ്യുക, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നടപ്പാക്കുന്നത് ആരായിരിക്കും? എംപ്ലോയീസ് ആണോ എംപ്ലോയേഴ്സ് ആണോ? എംപ്ലോയർ ആണോ എംപ്ലോയീസ് ആണോ? എംപ്ലോയർ. ഓക്കെ, അപ്പൊ തൊഴിലുടമകളാണ് എന്താണ് നമ്മുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്, നടപ്പാക്കി പോകുന്നത്. അത് തീർച്ചയായിട്ടും പാലിച്ചു പോകുന്നത് ആരാണ്? നമ്മുടെ അവിടെയുള്ള എംപ്ലോയീസ് ആയിരിക്കും അല്ലെ. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് എന്താ എംപ്ലോയർ എന്ന് പറയുന്നത്. Then he is also expected to give his full effort into the task. അദ്ദേഹം എപ്പോഴും നമുക്കറിയാം മുടക്കം മുതൽ അടക്കിയിരിക്കുന്ന തൊഴിലുടമകൾ തീർച്ചയായിട്ടും അവരെ മാക്സിമം അല്ലെ അതിന് ഫുൾ എഫേർട്ട് എടുക്കും അല്ലെ. അവർക്ക് ആവശ്യമായി അർഹതപ്പെട്ട എന്താണ് പ്രോഫിറ്റ് അത് നേടുന്നതിന് വേണ്ടിയിട്ട് തന്നെ
അവര് ഫുൾ എഫേർട്ട് എടുത്തായിരിക്കും തന്നെ അത് രൂപീകരിക്കുക, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. An industrial dispute occurs when the workers and the employees have conflicting expectations. പൊതുവെ നമുക്കറിയാം, പ്രതീക്ഷിക്കും അല്ലെ, ഒരുപാട് പ്രതീക്ഷിക്കുമ്പോൾ അതനുസരിച്ചിട്ട് വർക്കേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് വളരാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ മുതൽ എന്താണ് കോൺഫ്ലിക്റ്റുകൾ ഉടലെടുത്ത് തുടങ്ങും, അതായത് തർക്കങ്ങൾ രൂപം കൊണ്ട് തുടങ്ങും. ശരിയാണോ? അത് സ്വാഭാവികമാണ് അല്ലെ. തൊഴിലുടമ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് അല്ലെ തീർച്ചയായിട്ടും അവർ ഉദ്ദേശിച്ച മാതിരി നേട്ടങ്ങൾ വരാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തർക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. Then employers usually have a greater power of bargaining than the workers, but when compared with the trade unions, their power is considerably low. നമുക്കറിയാം, എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കുന്ന ആരായിരിക്കും? തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായ വിജയിക്കുന്ന ആരായിരിക്കും? ആരായിരിക്കും? തൊഴിലുടമയായിരിക്കോ തൊഴിലാളികളായിരിക്കും? ഇവിടെ അടുത്ത സെന്റൻസ് കൂടി വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞത് തൊഴിലാളികളാണ്. അല്ല, അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം തൊഴിലുടമ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നേക്കാണ് അല്ലെ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക എന്നുള്ളതാണ് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോ തർക്കം വരുമ്പോ എന്താണ് തൊഴിലുടമ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളത് പാലിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും റിസൾട്ട് നേടാൻ സാധിച്ചില്ല. അങ്ങനെ ആ തർക്കങ്ങളിലെ പ്രധാനമായിട്ടും കുറ്റം ചുമത്തുന്നത് തൊഴിലാളികളെയായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്ത് വിലപേശി വിജയിച്ചു നിൽക്കുന്നത് തൊഴിലുടമയായിരിക്കും. പക്ഷേ നമുക്കറിയാം തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ ട്രേഡ് യൂണിയനുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തൊഴിലുടമയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല അല്ലെ. അടുത്ത സെന്റൻസ് നോക്കാം. എന്താ പറയുന്നത്? ബട്ട് വെൻ കമ്പയർഡ് വിത്ത് ട്രേഡ് യൂണിയൻസ് their power is considerably low. അങ്ങനെ എന്താണ് അവിടെ ആ ഒരു യൂണിയനിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണെങ്കിൽ തൊഴിലുടമയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. അതല്ലാതെ യൂണിയൻ ഇല്ലാതെ തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കമാണ് എങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുന്നത് തൊഴിലുടമയായിരിക്കും. ശരിയാണോ? അതുകൊണ്ട് തന്നെയാണ് എംപ്ലോയീസ് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഒരു തേർഡ് പാർട്ടി അല്ലെ ഒരു യൂണിയന്റെ കൂടി സപ്പോർട്ട് ആഗ്രഹിക്കുന്നത്. To balance the situation and stand at a par with the trade unions, employers also have their organization. അപ്പൊ എപ്പോഴും അവരെ എന്താണ് ഒരു അല്ലെ അവര് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബാലൻസ് മൂഡിൽ അവരെയും കൂടി ഒന്ന് എന്താണ് സപ്പോർട്ട് ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ട് അല്ലെ അവരെയും തൃപ്തിപ്പെടുത്തി തന്നെ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും തൊഴിലുടമ ശ്രമിച്ചുകൊണ്ടിരിക്കും. These organizations pressures both the government and the trade unions and safeguard employees well-being. തീർച്ചയായിട്ടും എന്താണ് അവിടെ നന്നായിട്ട് അല്ലെ ഏതൊരു ഓർഗനൈസേഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് എല്ലാവരായിട്ടും വേണം അല്ലെ. ഇവിടെ ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഗവൺമെന്റ് അല്ലെ എല്ലാവരുടെയും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ആ ബിസിനസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ദീസ് ഓർഗനൈസേഷൻസ് pressures both the government and trade unions and safeguard employees well-being. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയീസിന് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് അവിടെ പ്രഷറിൽ ഇവിടെ യൂണിയന്റെ പ്രഷറും ഗവൺമെന്റിന്റെ പ്രഷറൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ സേഫ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ സേഫ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെയാണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഒരു ചെറിയ പോയിന്റ് കൂടെ ഉള്ളൂ, അതുകൊണ്ട് വായിച്ചു നിർത്താം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ,
ആണോ? നമുക്കപ്പോ നെക്സ്റ്റ് തേർഡിലേക്ക് പോകാം. സെക്കൻഡ് പോയിന്റ് വായിച്ചു നോക്കിയായിരുന്നോ? അവിടെ മുകളില് ട്രേഡ് യൂണിയനുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. താഴെ നമുക്കറിയാം എന്താണ് ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ട് അല്ലെ, അവരവരുടെ കാര്യത്തിനെ കുറിച്ചിട്ട് തൊഴിലാളികൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഒപ്പം തന്നെ ഗവൺമെന്റ് ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അവിടെ ആ സിറ്റുവേഷൻസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സിന് താങ്ങി നിർത്തിക്കൊണ്ട് അവർക്ക് അവരുടെ സംഘടനകളുണ്ട്. ആ സംഘടനകൾ പൊതുവെ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി നിർവഹിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി പരിഹരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരായിട്ടും ഒരു നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു എന്താണ് ഈ പോയിന്റ്, ടു ബാലൻസ് ദ സിറ്റുവേഷൻ ആൻഡ് സ്റ്റാൻഡ് അറ്റ് പാർ വിത്ത് ദ ട്രേഡ് യൂണിയൻസ്, എംപ്ലോയേഴ്സ് ഓൾസോ ഹാവ് ദെയർ ഓർഗനൈസേഷൻസ്. അതായത് അവിടെ അങ്ങനെ പിടിച്ചു നിർത്താനല്ലേ, ട്രേഡ് യൂണിയന്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത് എംപ്ലോയേഴ്സിന്റെ ഈ ഓർഗനൈസേഷൻ, അവരുടെ തന്നെ സംഘടനകളാണ്. അപ്പൊ അതും അല്ലെ, ഗവൺമെന്റിന്റെ സമ്മർദ്ദമാണെങ്കിലും ട്രേഡ് യൂണിയന്റെ സമ്മർദ്ദമാണെങ്കിലും ഉണ്ടെങ്കിലും അത് പിടിച്ചു നിർത്താനായിട്ട് എംപ്ലോയേഴ്സിനും അവരുടേതായിട്ടുള്ള സംഘടനകളുണ്ട്. ഇനി അതിനിടയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ആണ്, സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ്. ഗവൺമെന്റ് ഈസ് supposed to be the caretaker of the nation. നമുക്കറിയാം പരമാധികാരം അല്ലെ, പൊതുവെ ഒരു ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നാഷണലും കൂടി ഒരു പരമാധികാര സ്ഥാനമാണ് അവിടെ ഉണ്ടാവുന്നത്. therefore it plays a balancing role. അതായത് പൊതുവെ ഒരു ബാലൻസ് ചെയ്തിരിക്കുക, അതായത് ഗവൺമെന്റിന്റെ ഒരു മധ്യസ്ഥത്വത്തില് അവിടെ എന്താണ് നല്ലൊരു അന്തരീക്ഷമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വ്യാവസായിക വളർച്ച ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു മിഡിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗവൺമെന്റിനുള്ളത്. ഇറ്റ് എഫക്ട്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് by formulating the policy of labor and industrial relations, implementing labor legislations, act as a mediator and resolve disputes, etc. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ആണ്. അതായത് പൊതുവെ നമുക്കറിയാം എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒരുപോലെ പാലിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള നിയമങ്ങളും അജണ്ടകളൊക്കെ രൂപീകരിക്കുന്നത് ഗവൺമെന്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? It affects industrial relations by formulating the policy of labor and industrial relations. അല്ലെ, പൊതുവെ എല്ലാവർക്കും കൂടി പാലിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ ഗവൺമെന്റ് ആണ്. ഇംപ്ലിമെന്റിംഗ് ലേബർ ലെജിസ്ലേഷൻസ്, അവരതൊക്കെ ലേബർ ലെജിസ്ലേഷൻ ഒക്കെ നടപ്പാക്കുന്നു. ആക്ട് ആസ് എ മീഡിയേറ്റർ, അല്ലെ അവര് എങ്ങനെയാ പ്രവർത്തിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ കോടതിയിലേക്ക് മധ്യസ്ഥത്തിലെ പരിഹാരങ്ങളെല്ലാം കണ്ടെത്തി കൊടുക്കുന്നു. It intends to control the working and the behavior of both the employees and employers in the organization. അവിടെ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിൽ എന്തെങ്കിലും അല്ലെ അവരുടെ ആ ഒരു വർക്കിംഗ് ബിഹേവിയറിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് അല്ലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. The central and state government controls and affect industrial relations using laws, agreements, awards of court, etc. നമ്മളിപ്പോ വ്യവസായ സ്ഥാപനങ്ങളുടെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് അവര് പല കരാറുകളും അല്ലെങ്കിൽ അവാർഡുകൾ അങ്ങനെ കോർട്ട് മുഖേന നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ആണ് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത്. തേർഡ് പാർട്ടീസ് ആൻഡ് ലേബർ ആൻഡ് ട്രൈബ്യൂണൽ കോർട്സ് കം ഇൻ ദ കാറ്റഗറി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ട്രൈബ്യൂണലുകളൊക്കെയാണ് മുന്നിട്ട് വരുന്നത് അല്ലെ, തേർഡ് പാർട്ടീസ് ആയിട്ട് മുന്നിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ട്രൈബ്യൂണൽസ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമുക്കറിയാം ഓരോ വ്യവസായത്തിന് തോന്നിയ മാതിരി കുറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ബിസിനസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ, മറ്റു ബിസിനസ്സിന് ചിലപ്പോ എന്താണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ കുറെ മാനദണ്ഡങ്ങളൊക്കെ ഇറക്കുന്നത് ആക്ടുകളൊക്കെ രൂപീകരിക്കുന്ന ഗവൺമെന്റ് ആണ് അല്ലെ. ആ ആക്ടിന്റെ ഒക്കെ കീഴിൽ വരുമ്പോൾ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ പരസ്പരം യോജിച്ചുകൊണ്ട് തന്നെ, അതായത് അവരവരുടേതായിട്ട് ഒരുപാട് ഫോം ഒന്നും ചെയ്യാതെ മറ്റുള്ള കമ്പനികൾക്കൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്
തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലോസിന്റെ കീഴിൽ അല്ലെ, നിയമത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് പരിഹരിച്ചു കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ്. ഒക്കെയാണോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒക്കെയാണോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു.